ഹലോ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഈ കാണിക്കുന്ന രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഓവനോ അതുപോലെ ബീറ്ററോ അല്ലെങ്കിൽ മെഷറിംഗ് കപ്പോ ഒന്നും ആവശ്യമില്ല. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പ്ലം കേക്ക് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് മെഷറിംഗ് കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്നത് 240 ml ഒരു മെഷറിംഗ് കപ്പാണ്. അപ്പോൾ അതേ അളവുള്ള ഒരു ഗ്ലാസ്സാണ് കേട്ടോ ഇത്. അതായത് നമ്മൾ വീട്ടിൽ ചായ കുടിക്കാനൊക്കെ എടുക്കുന്ന ഗ്ലാസ് ഇല്ലേ, ആ ഒരു ഗ്ലാസ് എടുക്കാം. അതായത് ഒരുപാട് ചെറുതും ആവരുത്, എന്നാൽ ഒരുപാട് വലിയ ഗ്ലാസ്സും ആവരുത് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ഈ ഒരു ഗ്ലാസ് എടുത്താൽ മതിയായിരിക്കും. നിങ്ങൾ മറ്റുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ഒരു ഗ്ലാസ് വെച്ചിട്ട് തന്നെ മെഷർ ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 2 തരത്തിലുള്ള മുന്തിരി, ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡേറ്റ്സ് വേണമെങ്കിൽ ചേർക്കാം, ചെറീസ് വേണമെങ്കിൽ ചേർക്കാം, ബദാം ഉണ്ടെങ്കിൽ ചേർക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കുറച്ച് കാഷ്യൂ നട്ട്സും മുന്തിരി മാത്രം ഇട്ടിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതായത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു കളറ് പോരാ, കുറച്ചും കൂടി ഒന്ന് കളറായിട്ട് വരണം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളമാണ് കേട്ടോ, പച്ചവെള്ളം ഒഴിക്കരുത്. കുറച്ച് തള്ളി നിന്നിട്ട് ഒഴിച്ചോളൂ കേട്ടോ, മേത്തിക്കൊക്കെ ചിലപ്പോൾ തെറിക്കും. അപ്പോൾ എന്നിട്ട് വീണ്ടും ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 1/4 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് 1/4 ഗ്ലാസ് ചൂടുവെള്ളം കേട്ടോ, അധികം ആവരുത്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ശരിക്കുള്ള പ്ലം കേക്കിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആൽക്കഹോളിലൊക്കെ സോക്ക് ചെയ്തിട്ടല്ലേ ചെയ്യുക. അപ്പോൾ അതേ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് വീണ്ടും ഒരു 2-3 സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് വറ്റിക്കരുത് കേട്ടോ. ഒരുപാട് വറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഷുഗർ സിറപ്പിൽ കിടന്നിട്ട് കട്ട പിടിച്ച് പോവും. അപ്പോൾ ഒരുപാട് വറ്റിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം ഇതിലിരിക്കുമ്പോഴേക്കും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കാനുള്ള ഒരു പാത്രം റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലുള്ളത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾക്കൊരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഹൈറ്റുള്ള ഒരു സ്റ്റീൽ പാത്രം എടുക്കുക. പക്ഷേ സ്റ്റീൽ പാത്രം എടുക്കുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ബട്ടർ പേപ്പർ ഉള്ളിൽ വെക്കണം കേട്ടോ. അല്ലാതെ ഡയറക്റ്റായിട്ട് മാവ് ഇതിലേക്ക് ഒഴിക്കാൻ പറ്റില്ല, കരിഞ്ഞു പോവും മാവ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുമ്പോഴേക്കും. അപ്പം ബട്ടർ പേപ്പർ വേണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാത്രമാണെങ്കിൽ ബട്ടർ പേപ്പർ വെക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ബട്ടർ പേപ്പർ വെച്ചാൽ ഒരിക്കലും അടിയൊന്നും കരിഞ്ഞു പോവില്ല, ഭയങ്കര സേഫായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ബട്ടർ പേപ്പർ ഉള്ളത് കൊണ്ട് ഇതേപോലെ ഒന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് അതിന് ശേഷം ഈ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളമയമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3-4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2-3 ഏലക്കയുടെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള ഉള്ളിലത്തെ സീഡ്സ് മാത്രം ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ചേർക്കാം. ഒന്ന് അരിച്ചിട്ട് ചേർത്താൽ മതിയിട്ട്. നമ്മൾ ആ പട്ട, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ ചേർത്തത് കാരണം അതിൻ്റെ എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ഗ്ലാസ് മൈദയാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് മൈദയ്ക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര, അതാണ് കണക്ക് കേട്ടോ. ഇനി നമ്മൾ ഈ മൈദയിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത് കേട്ടോ. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ്.
1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ്. ചെറിയ സ്പൂണിൽ 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇതുപോലെ അരിച്ചെടുക്കുക കേട്ടോ. ഇത് ചേർത്തിരിക്കുന്നത് ഒരു പിഞ്ച് ഉപ്പാണ്. അതും കൂടി ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് അരിച്ചെടുക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ 1-2 പ്രാവശ്യം വീണ്ടും നിങ്ങളിങ്ങനെ അരിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്കോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ചേർത്തിട്ടുള്ള ബേക്കിംഗ് പൗഡർ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ പഞ്ചസാര പൊടിച്ച അതേ ജാറാണ് കേട്ടോ. അപ്പോൾ 2 മുട്ട ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/4 ഗ്ലാസ് എണ്ണയാണ് ചേർക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ചേർക്കാൻ പാടില്ല. ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും എണ്ണ, സൺഫ്ലവർ ഓയിൽ ചേർക്കാം. അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. 1/4 ഗ്ലാസ് എണ്ണ. ഇനി നമ്മളിതിലേക്ക് ഒരിത്തിരി വാനില എസൻസ് ചേർക്കാം കേട്ടോ. ഈ ഒരു മുട്ടയുടെ ഒരു ഫ്ലേവർ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഒരു ഹൈ സ്പീഡിൽ 2-3 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഈ ഒരു മുട്ടയുടെ ഈ ഒരു മിക്സറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. 1 ഗ്ലാസ് മൈദയ്ക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത്, അതുപോലെ തന്നെ 1/4 ഗ്ലാസ് നമ്മൾ പഞ്ചസാര ഉരുക്കിയെടുത്തല്ലോ ആദ്യം. അപ്പോൾ മൊത്തത്തിൽ 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് ഇതിലേക്ക് ആവശ്യം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ കട്ടിയായിട്ടിരിക്കണം കേട്ടോ. ലൂസായിട്ടിരിക്കരുത്. ഈ ഒരു കട്ടിക്ക് തന്നെ വേണം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലൂസായി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കേക്ക് പൊങ്ങി വരില്ല കേട്ടോ. പ്ലം കേക്കിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഈ ഒരു കട്ടിക്ക് തന്നെ വേണം. ഒട്ടും തന്നെ ലൂസായി പോകരുത്. ഇതേപോലെ ഒരേ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പാത്രത്തിലേക്ക് ഈ മാവ് ചേർത്ത് കൊടുക്കാം. കണ്ടല്ലോ, ഈ ഒരു തിക്കായിട്ട് തന്നെ മാവ് വേണം കേട്ടോ. എന്നാലേ റെഡി ആവുള്ളൂ. ഇപ്പോൾ ഇതേ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ, ലോക്കായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂസ് വെച്ച് കൊടുക്കുന്നുണ്ട്. മുന്തിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ മുകളിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മളിത് അടുപ്പിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചെയ്യുന്നത് ഒരു പാത്രത്തിലാണ് കേട്ടോ. കുക്കറല്ല, ഇതുപോലത്തെ ഒരു അലുമിനിയം പാത്രത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര വലിയ പാത്രം വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു പാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു പാത്രം നമ്മളൊരു 5 മിനിറ്റ് നേരം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് ചൂടാക്കി എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മാവ് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇനി നമ്മൾ ഇതിലേക്കാണ് ഈ ഒരു കൂട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഈ കേക്കിൻ്റെ മിക്സ്ചർ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമ്മളിത് അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ എനിക്കിത് റെഡിയാവാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഒരു 50 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 10 മിനിറ്റും കൂടി. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 50 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ കത്തി ഇങ്ങനെ ക്ലീനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ.
നമ്മൾ ഈ ബട്ടർ പേപ്പർ വെച്ചും കൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അടി പിടിക്കുന്നുള്ള ഒരു പേടിയും വേണ്ട. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രം ഇല്ലെങ്കിൽ നിങ്ങൾ കുക്കർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അലുമിനിയത്തിൻ്റെ കുക്കർ കേട്ടോ. സ്റ്റീൽ പാത്രം യൂസ് ചെയ്യേണ്ട. സ്റ്റീൽ പാത്രം ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അടി പിടിക്കാനും കരിയാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അലുമിനിയത്തിൻ്റെ കുക്കർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുക്കർ അടച്ച് വെച്ചിട്ട് അതിൻ്റെ വിസിലൊന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് 2 ദിവസം വരെയൊക്കെ ഇത് കേടുകൂടാതിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിതിൽ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്